ശരീരം ഫുള്ള് നീല കളറാവും, ഓക്സിജൻ കിട്ടാണ്ട് കണ്ണ് പുറത്തേക്ക് തള്ളും. കുട്ടി കുറച്ച് മുമ്പ് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരുന്നതായിരിക്കും അല്ലേ? അപ്പോൾ കുട്ടികളാണെങ്കിൽ നമ്മൾ കുട്ടീനെ കയ്യിലെടുത്തിട്ട് നമ്മുടെ ഈ പൊസിഷൻ കണ്ട, ഈ മിഡിൽ ഫിംഗർ എടുത്തിട്ട് ഈ സൈഡിലും വലത്തെ ഫിംഗർ ഈ സൈഡിലുണ്ട്. കുട്ടീൻ്റെ കഴുത്തും തലയൊന്ന് സ്റ്റെബിലൈസ് ചെയ്യാം. കണ്ടില്ലേ? ഇത് 1 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടിയാണെങ്കിൽ കഴുത്തും തവലയും സ്റ്റെബിലൈസ് ചെയ്തിട്ട് കുട്ടീനെ ഈ പൊസിഷനിൽ ഒരു കാല് ഈ സൈഡും ഒരു കാല് കൈയിൻ്റെ അപ്പുറത്തെ സൈഡിലും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം? അപ്പുറത്താണെങ്കിൽ കുട്ടി ഇങ്ങനെ വീണു പോകും അല്ലേ? ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തിട്ട് ഈ ഒരു ഇൻക്ലൈൻഡ് പൊസിഷനിൽ വെച്ചിട്ട് നമ്മുടെ കീയിൽ വെച്ചിട്ട് കുട്ടീൻ്റെ 2 ഷോൾഡർ ബ്ലേഡിൻ്റെ നടുക്കും നല്ല ഫോഴ്സിൽ 5 പ്രാവശ്യം കെട്ടാം. ഇത് ആ സെയിം പൊസിഷനിൽ കുട്ടീൻ്റെ ബാക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പുറത്തെ കയ്യിലേക്ക് എടുക്കുക. അതുപോലെ തന്നെ ഒരു കാലിപ്പുറവും ഒരു കാലപ്പുറം വെച്ചിട്ട് 2 വിരൽ വെച്ചിട്ട് കുട്ടീൻ്റെ ചെസ്റ്റിലേക്ക് 5 കംപ്രഷൻ. സെയിം റിപ്പീറ്റ് ചെയ്യാം. ഇതെപ്പം നിർത്തും? ഒന്ന് പുറത്ത് വരണം, അല്ലെങ്കിൽ കുഞ്ഞ് കരഞ്ഞോളും. ഇപ്പോൾ ഇങ്ങനെ കരഞ്ഞു തുടങ്ങി വായൻ്റെ ഉള്ളിൽ കാണുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും ഉള്ളിലാണെങ്കിൽ കൈയിട്ട് എടുക്കാൻ നോക്കരുത്. കാരണം നിങ്ങൾ കൈ ഇടുന്നപ്പോൾ തന്നെ സാധനം ചിലപ്പോൾ വീണ്ടും അകത്തേക്ക് പോകും. ഈ പല്ലിൻ്റെ സൈഡിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ കൈയിട്ടെടുക്കാം. ഓക്കെ, ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 2 സാഹചര്യമാണ്. ഒന്ന്, സാധനം പുറത്തേക്ക് വരും, കുട്ടി കരഞ്ഞു തുടങ്ങും. അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞ് അബോധാവസ്ഥയിലാവും. കുഞ്ഞ് അബോധാവസ്ഥയിലായി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? CPR, BLS. ഓക്കെ, കുട്ടികളുടെ BLS CPR ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് പറഞ്ഞുതരാം. 2 വിരൽ വെച്ചിട്ട് സെയിം നമ്മൾ സ്റ്റോണം ഇല്ലേ, നടുക്കത്തെ എല്ലിൻ്റെ താഴത്തെ ഭാഗം വെച്ചിട്ട് ഇങ്ങനെ തന്നെ പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, കുട്ടികളിൽ ശ്വാസം കൊടുക്കുന്നതിൽ തെറ്റില്ല. കുട്ടികളിൽ 30 കംപ്രഷനും 2 ശ്വാസം കൊടുക്കാം നിങ്ങൾ ഒരാളാണെങ്കിൽ. ഓക്കെ അല്ലേ? ചോക്കിങ് മനസ്സിലായില്ലേ? ഡയഫ്രം ഉണ്ടാകുന്ന ഈ 2 സൈഡിലാണ്. അപ്പൊ നമ്മൾ ഇവിടെ പുഷ് ചെയ്യുമ്പോഴത്തേക്കും ഡയഫ്രത്തിന് പ്രഷർ ഉണ്ടാവും. ഇങ്ങനെയല്ലേ പുഷ് ചെയ്യുന്നത്? ഏത്